രേണുസുതി എന്ന പേര് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവാം. എന്നെക്കാളും കൂടുതലായിട്ട് നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുമുണ്ടാവാം. ആ സ്ത്രീക്ക് ഇപ്പോൾ ഒരു രോഗം ബാധിച്ചിരിക്കുകയാണ്. ആ സ്ത്രീ ഒരു വീഡിയോ ചെയ്തിങ്ങനെ ഇറക്കുന്ന സമയത്ത് അതിൻ്റെ താഴെ വരുന്ന ചില കമൻറ്റ്സ് കാണുമ്പോൾ സത്യത്തിൽ നമ്മൾ മനുഷ്യരാണോ എന്ന് ചിന്തിച്ച് പോകേണ്ട രീതിയിലുള്ള കമൻറ്റ്സുകളാണ്. അന്ന് പോയി ചത്തോടെ RIP. പിന്നെ കുറേ ആൾക്കാർ പോസ്റ്ററൊക്കെ ചെയ്ത് സ്കാമായിട്ട് രേണുസുതിൻ്റെ പേരിൽ ഇങ്ങനെ ഫണ്ടൊക്കെ കളക്ട് ചെയ്യുന്നുണ്ട് ഒക്കെ അറിയാൻ വേണ്ടി കഴിഞ്ഞു. ഇതൊക്കെ എത്രത്തോളം നിങ്ങൾ മനുഷ്യരാണെന്ന് തെളിയിക്കുന്നതിന് വലിയൊരു തെളിവാണ്. ആ വ്യക്തി മുമ്പ് എങ്ങനെ ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ അവരുടെ സ്വഭാവം എന്താണോ അതൊന്നുമല്ല ഞാനിവിടെ സംസാരിക്കാൻ വേണ്ടി പോകും. ചില ആൾക്കാർക്ക് യോജിക്കാൻ പറ്റുന്നുണ്ടായേക്കാം, ചില ആൾക്കാർക്ക് യോജിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സ്വഭാവങ്ങളായേക്കാം. അതൊക്കെയല്ല ഞാനിവിടെ സംസാരിക്കുന്നത്. ഒരു വ്യക്തിക്ക് സുഖമില്ല, തളർന്നു കിടക്കുകയാണെന്ന് കരുതിയ സമയത്ത് നമ്മൾ വീണ്ടും അങ്ങ് തളർത്താൻ വേണ്ടി നോക്കരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. മാത്രമല്ല, ഒരു മനുഷ്യനായാൽ അത് തന്നെയാണ് വേണ്ടത്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നമ്മളെക്കൊണ്ട് ഒരാൾക്ക് ഉപകാരമുണ്ടായിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, അയാൾ തളർത്താതിരിക്കുക, വേദന ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ട ഏറ്റവും വലിയൊരു പാഠം. ഈ സന്ദർഭത്തിൽ ഇത് എല്ലാവർക്കും യോജിക്കാൻ പറ്റുന്നതായ, എല്ലാ മതസ്ഥർക്കും യോജിക്കാൻ പറ്റുന്നതായ വിഷയങ്ങളാണ് ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വെറും മുസ്ലിം സമുദായത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരു സ്റ്റോറി നിങ്ങളോട് പറയുകയാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു കഥയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ദിവസവും വഴിയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത്, നിങ്ങളെല്ലാവരും കേട്ട ഒരു കഥയും കൂടിയാണ്. സഞ്ചരിക്കുന്ന സമയത്ത് ഒരു സ്ത്രീ ദിവസവും ഈ വേണ്ടാത്ത വേസ്റ്റൊക്കെ ഉണ്ടല്ലോ അതിനൊക്കെ ഇങ്ങനെ മേലിലോട്ട് ഇങ്ങനെ എറിയുമായിരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ. ദിവസവും എറിയാറുണ്ടായിരുന്നു. ഒരു ദിവസം കാണാതെ ആയ സമയത്ത്, ഞാൻ ചുരുക്കി പറയുകയാണ്, ഒരു ദിവസം എറിയുന്നത് കാണാതെ ആയ സമയത്ത് അന്വേഷിച്ച് നോക്കി. അപ്പോൾ രോഗം ബാധിച്ച് വീട്ടിലേക്കാണെന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വീട്ടിലേക്ക് പോവുകയും ആ രോഗിയെ സന്ദർശിക്കുകയും അവിടെ മന്ത്രിച്ചു എന്നും കിതാബിൽ കാണാൻ വേണ്ടി കഴിയാം. അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ആ വീട്ടിൽ നിന്ന് സൗമ്യമായ രീതിയിൽ നിന്നാണ് പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഈ സ്വഭാവം നമ്മളിൽ എത്ര പേർക്കുണ്ടാവും? നമ്മളൊക്കെ നമ്മെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും അവൻ എന്തെങ്കിലും ഒരു രോഗം ബാധിച്ചാൽ നമ്മൾ പറയും, ഒന്ന് ചത്താൽ മതി അവൻ എന്ന രീതിയിലായിരിക്കും നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ. മരിച്ചാൽ മതി, ചത്താൽ മതി, അവന് രോഗം അങ്ങനെ തന്നെ ആവണം എന്ന രീതിയിലായിരിക്കാം നമ്മുടെ സ്വഭാവം. ഇതൊക്കെ ശരിയായിട്ടുള്ള സ്വഭാവമായിട്ട് നിങ്ങൾ തോന്നുന്നുണ്ടോ? ഒരു മനുഷ്യനായവന് ഇത്തരത്തിലുള്ള സ്വഭാവം ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം അത്രയും സൗമ്യവും മൃദുമായതുകൊണ്ടാണ് ഇസ്ലാം മതത്തിലേക്ക് ആൾക്കാർ കടന്നു വന്നുകൊണ്ടിരുന്നത് എന്നുള്ളതാണ് നമ്മൾ ഓർക്കേണ്ട ഒരു വിഷയം. ഇപ്പോൾ ഈ വിഷയത്തിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറയുകയാണ്. അപ്പോൾ ഇപ്പോൾ സുഖമില്ലാതെയാണ് ഇരിക്കുന്നത്. അപ്പോൾ വെറുതെ ഇല്ലാതെ 3rd സ്റ്റേജാണെന്നാണ് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ നല്ലോണം കീമോയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഹോസ്പിറ്റലിലൊക്കെ നിരന്തരമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് സംഭവിക്കുകയെന്ന്, ഏത് സമയത്ത് എന്താണ് സംഭവിക്കുക എന്നൊന്നും പറയാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ്, വളരെ ദുഃഖത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല കുട്ടികളും കൂടി ഉണ്ടെന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. അപ്പോൾ ഞാൻ ഈ ഒരു കണ്ടൻറ്റ് തന്നെ ഈ രേണുസുതി ഇത് സംബന്ധിച്ച് മുമ്പ് തന്നെ വളരെയധികമായിട്ട് വീഡിയോസൊക്കെ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്, ഇഷ്യൂസൊക്കെ. അതൊരിക്കലും ഞാൻ കണ്ടൻറ്റായിട്ട് ഉപയോഗിച്ചിട്ടില്ല. ഇത് ഞാൻ പറയാനുള്ള കാരണം അവരുടെ സാഹചര്യം കണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളായിട്ട് ഒരിക്കലും ഒരാൾക്കും വേദന ഉണ്ടാക്കുന്ന രീതിയിലുള്ള സംസാരത്തിന് പോകണ്ട. എന്തിനാണ് വെറുതെ? എത്ര ദിവസം നമ്മളുണ്ടാവും, നമുക്ക് എന്തൊക്കെയാണ് സംഭവിക്കുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഏതായിട്ടും ഒരു വീഡിയോ കാണിച്ചു തരാം എന്തൊക്കെയാണ് പറയുന്നുണ്ട്. എല്ലാവർക്കും നമസ്കാരം. രേണുസുതിയാണ്. ഞാനിപ്പോൾ ഹോസ്പിറ്റലിലാണ്. നാളെ രാവിലെ 9 മണിയാകുമ്പോൾ എൻ്റെ കീമോ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ റിക്കവറാകാൻ പ്രാർത്ഥിക്കണം. എന്നെ ഓർത്തിട്ടല്ല, എൻ്റെ ഋതപ്പനെ ഓർത്തിട്ടാവും, കുഞ്ഞാണ്, അവനെ ഓർത്തിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം. ഇപ്പോഴും എന്നെ ഞാൻ ചത്തുപോകട്ടെ എന്നൊക്കെ പറഞ്ഞ് കമൻ്റ് ഇടുന്നവരോട് എനിക്കൊന്നും പറയാനില്ല. അതിലുപരി എന്നെ ഇഷ്ടം പോലെ ആൾക്കാർ സ്നേഹിക്കുന്ന ഓർത്ത് ഒരുപാട് നന്ദി പറയുന്നു. സോ താങ്ക് യു സോ മച്ച്. എല്ലാവരും പ്രാർത്ഥന ചോദിക്കുന്നു. അത്ര തന്നെ. അതായത് ചത്തുപോട്ടെ എന്ന രീതിയിലൊക്കെയാണ് കമൻറ്റ്സൊക്കെ കാണാൻ വേണ്ടി കഴിയുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. ഏതായിട്ടും നമ്മുടെ ഭാഗത്തിൽ നിന്ന് ഒരിക്കലും ഒരു ഉപദ്രവം പോലും ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ കഴിയുന്നെങ്കിൽ നന്മ ചെയ്യുക. ഓക്കെ, ജൗഹരി ഉസ്താദിൻ്റെ വീഡിയോ കൂടെ ഒന്ന് കാണിച്ചു തരാം.
നമസ്കാരം, രേണുസുതിയാണ്. ഞാനിപ്പോൾ ഹോസ്പിറ്റലിലാണ്. നാളെ രാവിലെ 9 മണിയാകുമ്പോൾ എൻ്റെ കീമോ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ റിക്കവറാകാൻ പ്രാർത്ഥിക്കണം. എന്നെ ഓർത്തിട്ടല്ല, എൻ്റെ ഋതപ്പനെ ഓർത്തിട്ടാണ്, കുഞ്ഞാണ്, അവനെ ഓർത്തിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം. ഇപ്പോഴും എന്നെ ഞാൻ ചത്തുപോകട്ടെ എന്നൊക്കെ പറഞ്ഞ് കമൻ്റ് ഇടുന്നവരോട് എനിക്കൊന്നും പറയാനില്ല. രേണുസുതി ഒരുപാട് വിവാദങ്ങൾപ്പെട്ടൊരു സഹോദരിയാണ്. അവരുടെ പല വിഷയങ്ങളിലും നമുക്ക് യോജിപ്പും വിയോജിപ്പും ഉണ്ടാകാം. കാരണം നമ്മളെല്ലാവരും വ്യത്യസ്തങ്ങളാകുന്ന കാഴ്ചപ്പാടും അഭിപ്രായങ്ങളും ഉള്ളവരാണ്. എന്നാൽ ഈ അടുത്ത് അവരൊരു വീഡിയോ ചെയ്തു. അവർക്ക് ക്യാൻസർ ആണെന്നും വളരെ ബുദ്ധിമുട്ടിലാണെന്നും ചികിത്സ ആരംഭിച്ചു എന്നൊക്കെ പറഞ്ഞ് അതിന്റെ അടിയിൽ വന്ന് പലരും കമന്റ് ചെയ്തു, നാശം ചത്തു തൊലയട്ടെ, നശിച്ചു പോട്ടെ, രോഗം വന്നത് നന്നായി. എടോ, നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. ഒരാളുടെ വീഴ്ചയിൽ ഒരാൾക്ക് രോഗം വരുമ്പോൾ ഇങ്ങനെ ആനന്ദിക്കുന്നത്, അതിനിങ്ങനെ ആസ്വദിക്കുന്നത് ഒരു മനുഷ്യന് ചേർന്ന പണിയല്ല. മൃഗങ്ങൾ പോലും ഈ കാര്യത്തിൽ നമ്മളെക്കാൾ ഭേദമാണ്. നാളെ നമ്മുടെയൊക്കെ വീടുകളിൽ ഇങ്ങനത്തെ രോഗം വരില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? നമ്മുടെ മുമ്പിൽ പുഞ്ചരിച്ച് നടന്നു പോയവർ പലരും ഇന്നും മണ്ണിന്റെ അടിയിലല്ലേ? ആരോഗ്യമായി കണ്ടവർ പലരും ഇന്ന് RCCയിൽ ക്യാൻസറിന്റെ പിടിയിലാണ്, അല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായ രോഗങ്ങളിൽ കിടപ്പിലാണ്. മനുഷ്യന്മാർ ഇത്രയൊക്കെ ഉള്ളൂ. എടോ, മറ്റുള്ളവന്റെ വേദന കണ്ട് ദുഃഖിക്കാൻ നിനക്കായില്ലെങ്കിലും അത് കണ്ട് നീ സന്തോഷിക്കാൻ നിൽക്കരുത്. അത് ഏറ്റവും മ്ലേച്ഛമായ മനസ്സുള്ളവനും. അപ്പോൾ ഏതായിട്ടും ആ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ തന്നെ കണ്ടു. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ഏതായിട്ടും ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള സ്വഭാവം ഒന്ന് മാറ്റിവെക്കുക, നല്ല മനുഷ്യരായി ജീവിക്കുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക.